ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അപർണ തോമസ് ഒഫീഷ്യൽ അപർണയും ജീവയും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയില്ല, എനിക്കറിയാം. അപ്പോൾ ആ വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫിലിമിൻ്റെ ഡയലോഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് ഫിലിം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. എനിക്ക് ഫിലിം ഡയലോഗ്സ് ഇല്ലാണ്ട് എന്നെ കാണുന്ന എല്ലാവരും വേണ്ടതാണ് എൻ്റെ പൊന്നു മോളെ ഇതല്ലാണ്ട് നിനക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടോയെന്ന്. എന്ത് സംസാരിക്കുമ്പോഴും എനിക്കൊരു സിനിമ ഡയലോഗായിട്ടൊരു ടച്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനത്തെ കുറച്ച് അതിൽ എല്ലാം ഒന്നും ഇല്ലാട്ട് ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരില്ല. കണക്ട് ചെയ്യുമ്പോഴാണ് വേർഡ്സൊക്കെ ഓർമ്മ വരില്ല. എനിക്ക് പഴയതൊന്നും അറിയാൻ വരില്ല. ഒരു 2000+ ആ ഒരു റേഞ്ചിലുള്ളതായിരിക്കും കൂടുതൽ. നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പടങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പണ്ട് കണ്ടതാണെങ്കിലും ആ ഒരു ഓർമ്മയിലാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റേ അപർണയുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോകണേ എൻ്റെ റൂൾ എന്താണെന്ന്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡയലോഗ് ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വേർഡ് പറഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് വേർഡില്ലേ, ആ സെൻറ്റൻസ് എന്താണെന്നുള്ളത് ഇവിടെ പറയണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മള് സിനിമയിലെ ഒരു ഹുക്ക് ഡയലോഗ് ജസ്റ്റ് പറയും, അതായത് ഫിലിമിന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഹുക്ക് ഡയലോഗിന്റെ ഫസ്റ്റ് വേർഡ് മാത്രം പറയാം, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റണില്ലെങ്കിൽ ഫിലിം പറയാം. അപ്പോൾ രണ്ടും സെറ്റായിട്ട് പോവാം, അതല്ലേ ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കാം. നീ തുടങ്ങിക്കോ. വേണ്ട, നീ തുടങ്ങിക്കോ. ഇല്ലല്ല, നീയാണുള്ളത് കണ്ടുപിടിച്ചാണ്. ഞാനല്ല കണ്ടുപിടിച്ചത്, ജീവി പറഞ്ഞ് കണ്ടുപിടിച്ചത്. ഞാൻ കാണുന്നുണ്ട്. അതിൽ ഫുള്ളൊന്നും കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് ഞാൻ പറയാൻ പോവാം. നമുക്ക് മേപ്പോട്ടേക്ക് പോവാന്നേ. ഓക്കെ ഓക്കെ, ആ സെറ്റ്. ആ ഒരു ടൈപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ല, നെക്സ്റ്റ് ഞാൻ പറയാം. വേണ്ട വേണ്ട. ദൈവമേ, അതെനിക്ക് ഓർമ്മയില്ലല്ലോ. വേണ്ട വേണ്ട, അത്രേ ഉള്ളൂ, ഒറ്റ പാടുള്ളൂ. അത് മനസ്സിലായി. കണ്ടത്താലതായിരിക്കുമല്ലേ. എന്റെ ദൈവമേ, അതെനിക്കറിയില്ല. ഫ്രെയിമിന് കൊണ്ടോ, ഞാൻ കേട്ടിട്ടില്ല. അത് ഹിസൈനസ് അബ്ദുള്ള. അല്ല, എനിക്ക് മ്യൂസിക് അത് ക്ലിക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ്. അപ്പൊ ഞാനെണ്ണ എടുത്തത്. ഓക്കെ, അപ്പൊ അടുത്തത്. ഓക്കെ, ആ ഈ കൈ കൊണ്ട് എത്ര പഴങ്കഞ്ഞി വാരി തന്നതാ, പാവം കിടക്കണ കിടപ്പ് കണ്ട. അതിന്റെ ഒരു ഡയലോഗ് കൂടെ ഉണ്ട്. എനിക്ക് എത്ര പഴങ്കഞ്ഞി വാരി തന്നതാ ഈ കൈ കൊണ്ട്. ഇനി ബാക്കിയൊരു ഡയലോഗ് കൂടെ ഉണ്ട്. ഡയലോഗാണ് വേണ്ടത്. അത് നമ്മൾ നേരത്തെ സംസാരിച്ച ഡയലോഗാണ്. നമ്മുടെ ടോക്കിലുണ്ടായ ഒരു ഡയലോഗ്. ഒരു ദിവസം കാന്താരി അരച്ച് എന്റെ കണ്ണ് തേച്ചു. ബാക്കിയോടെ പറയും. പണ്ടറക്കാലത്തിന്ന് എന്താണ് ഏകദേശം. ഓക്കെ, ആ അങ്ങനെ എന്താണ് നമ്മള് സംസാരിച്ചല്ലേ. സംസാരിച്ചതാ. അതായത് നല്ലവർക്ക് എന്നെ കണ്ടിലും തേച്ചാ വെറുതെ അല്ല നാളെ ഇങ്ങനെ കിടക്കണം എന്നാണ് പറയണത്. സിനിമ അറിയില്ല. ഞാൻ പറട്ടെ, എനിക്കറിയില്ല. സ്നേഹിതൻ പടം, കുഞ്ചാക്കോ ബോബന്റെ. ഞാൻ കണ്ടില്ല പടം. അതില് സുകുമാരി അഭിനയിച്ചു വന്ന് കിടക്കുന്നത് വളരെ സിമ്പിൾ ആട്ടോ. താമരശ്ശേരി ചുരം. അത് നമ്മളെ ചാമരത്തല. അത് നമ്മളെ താമരശ്ശേരി ചുരം. പടം എനിക്കറിയില്ല, പടം എനിക്ക് ഓർമ്മയില്ല. അതിന്റെ ബാക്കി ഡയലോഗ് പറയാൻ പറ്റില്ല, ഒരുപാട് വലിയ ലെങ്ത് ഡയലോഗാ. ഞാൻ ബാക്കി പറയാ. ഡയലോഗെങ്കിലും അറിയാം, ബാക്കി അത് അറിയില്ല. ഈ ഒരു മെയിൻ സംഭവം തന്നെ അറിയുള്ളൂ. അറിയില്ലല്ലേ. വെള്ളാനകളുടെ നാട്. ഓക്കെ, അപ്പൊ അതും തീരുമാനമായില്ലേ. അപ്പൊ 2 പോയിന്റ് കേട്ടോ, എനിക്കൊരു പോയിന്റ്. സ്നേഹിതം മാത്രം. അതിന്റെ ഡയലോഗിന്റെ ബാക്കിയും പറഞ്ഞില്ലേ, എനിക്ക് ഒന്നെങ്കിലും പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. ഞാൻ എനിക്ക് സിനിമ പറ്റിയാണ് അതിന് ഞാനാ പറയണ്ടേ. ഞാൻ പറയാം, നോക്കട്ടെ. ആ ഉണ്ട് പൊന്നപ്പാ, നീട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇവിടെ നീക്ക് ഫ്രെയിമിനും കൊണ്ട. ഉണ്ട് പൊന്നപ്പാ. നീ ഒരു ക്ലൂ കൂടെ തരാം. ഉണ്ട് പൊന്നപ്പാ, നീട്ടുണ്ട്. രക്ഷയില്ല, അറിയില്ല. ഒരു ഡയലോഗ് കൂടെ പറയാം. ദേവിക്ക് നീട്ടുണ്ട്. അറിയില്ല. അതിൽ ക്യാമറയ്ക്ക് നോക്കണേ. ജ്വാലയായി. ഇതൊരു മെഗാ സീരിയലൊന്നല്ലല്ലോ. ഇല്ല, പറഞ്ഞോ. രക്ഷയില്ല. വൺ മാൻ ഷോ. അതില് മറ്റേ ദേവി ദേവി എന്നിട്ട പാട്ടില്ലേ, ആ പാട്ടിലുള്ളൊരു സീനാ.
കലാഭമണിയും ജയറാമും തമ്മിലുള്ള കോമ്പിനേഷൻ. എനിക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ്. അത് സിമ്പിളാണ്, നീ എന്തായാലും പറയും. പറഞ്ഞു. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഈശ്വര, അത് പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് കുന്താ പറയാ? അയ്യോ അതെനിക്ക് അങ്ങനെ നീ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാന്ന് പറഞ്ഞ ഡയലോഗ് മനസ്സിലായോ? ഇല്ല. അയ്യോ, ശ്രീനിവാസൻ പറയുന്ന ഒരു സിനിമയില് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇതിലെ പത്മശ്രീ സരോജ് കുമാർ അതാണോ? അല്ല, എനിക്കറിയില്ല. അതിന്റെ ബാക്കി അറിയോ? എനിക്ക് ആ സാധനം ഏതാന്ന് മനസ്സിലായില്ല. അതെ, നിങ്ങൾ ഡയലോഗ് കേട്ടത് ഓർമ്മല്ല? അല്ല, നമ്മൾ പറയാറുണ്ട്, പക്ഷെ അത് ഏതിലത്തെ ആണെന്നുള്ള ഓർമ്മയില്ല. അറിയില്ല. മേഘം ആ, ഓർമ്മയുണ്ടോ? ഈ നാട്ടിൽ ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല, ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു നീ ആരാണ്. അതാണ് കേട്ടിട്ടുണ്ട്. ഇല്ലേ? അതൊക്കെ നീ സിമ്പിൾ ആയിട്ട് പറയേണ്ടതായിരുന്നു കേട്ടോ. സോറി, എനിക്ക് 0. ഇത് ഞാൻ തോറ്റുപോയല്ലോ ഇത്രയും സിനിമ അഡിക്റ്റ് ആയിട്ട്. അത് ടൂണിൽ തന്നെ പറയാം കേട്ടോ. ഇതിന് ഡയലോഗ് കംപ്ലീഷൻ വേറെ ഇല്ല, ഫിലിം പറഞ്ഞാൽ മതി. ടിപ്പറല്ലേ പഞ്ചറായിട്ട് വരണേ? ആ, ഞാൻ പറയാം. തുർപ്പുകുലൻ. അറിയില്ല. നടേശ കൊല്ലണ്ട. കേട്ടിട്ടുണ്ടോ? പിന്നെ ഇത് ഈ ഡയലോഗ് കേട്ടില്ലെങ്കിൽ പിന്നെ ഒരു മലയാളി വന്നിട്ടുള്ള കാര്യമുണ്ടോ? പക്ഷെ എനിക്ക് ഫിലിം അതെനിക്കറിയാം. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ എനിക്ക് ഫിലിം ഓർമ്മയില്ല. കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്നാ വിട്ടേക്ക്. രാവണപ്രഭു. പിന്നെ ഈശ്വര, ആൾക്കാർ രാവണപ്രഭു മോഹൻലാൽ ഫാൻസിനെ എടുത്തിട്ട് ചാമ്പോ. സോറി. അടുത്തല്ലേ പറയാട്ടോ. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളൂ. പുലിവാർ കല്യാണം ഡയലോഗ് ഫുൾ അറിയാം. ഡോക്ടറെ കാണിച്ചില്ലേ? അങ്ങനെ എനിക്കറിയില്ല. ഞാൻ നടേശ കൊല്ലണ്ട പറഞ്ഞോ? ഇതൊക്കെ എന്ത്? ഈശ്വര, ഇതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ എന്ത് ഡയലോഗ് അറിയാം? ഇതൊക്കെ എന്നല്ല, ഇതൊക്കെ എന്ത്? അങ്ങനെയാണോ? അത് അമ്മ പടം മായാവി. പടം പറഞ്ഞാലും മതി. പടം മായാവി. അതിന് ബാക്കി എന്താ? ബാക്കിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ. അയ്യോ, ഫാൻ ഇട്ടുണ്ട് ഇതിനിടയിൽ. ഓക്കെ, ഇനി അടുത്തത്. അല്ല, ഏതാ ചോദിക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചാ. ഈ ഇളക്കം കൂടി ഇതിനെ വളയ്ക്കാൻ എളുപ്പാ. ഡോക്ടർ ലവ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ, ഞാനത് കിട്ടില്ല എന്ന് വിചാരിച്ചു. അടുത്തത് സിമ്പിൾ ആയിട്ട് പറയും. അരുണേട്ട, ഐ മിസ് യു. ഡയമണ്ട് നെക്ലസ്. അരുണേട്ട. അപ്പം അത് കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. സ്പൂണോടച്ചേ പയറോടക്കി ഇവിടെ നീക്കി വെച്ചേ. സിഐഡി മൂസ. അല്ല, സിഐഡി മൂസയിൽ ഇങ്ങനൊരു ഡയലോഗോ? അല്ല, വാച്ചൂര് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട്. അതല്ല. സ്പൂൺ അവിടെ വെച്ചേ. അവൻ്റെ അതല്ല. ഒന്നിട്ട് ഡയലോഗ്. ആ സ്പൂണോടച്ചേ പയറൊക്കെ നീക്കി വെച്ചേ. ഡെയിലി വെച്ച് കളമ്പി തരുന്ന എൻ്റെ ഭാര്യയുടെ വയറിന് നിനക്ക് കാണണല്ലോടാ. അയ്യോ, എനിക്കറിയായിരുന്നല്ലോ. കിട്ടി. പട്ടണത്തിൽ സുന്ദരൻ. എത്രയും ക്ലൂ തന്നിട്ടോ, ഹാഫ് പോയിന്റ് തരാൻ പാടുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്. അടുത്ത സിമ്പിളാ. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? അല്ല, കുറച്ച് കുറഞ്ഞാലേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ പുഷ്പലത ചേച്ചിയാണ് മേക്കപ്പ്. പക്ഷെ ഫിലിം മറ്റേ അതല്ലേ, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇതിന്റെ പേരെന്തായിരുന്നു? ഈ പടത്തിന്റെ 1983. കുഴപ്പമില്ല, ഡയലോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഇത്തിരി കുറവാണെങ്കിലേ ഉള്ളൂ. ഉണ്ട് 1 2 3 4 5 6 7 8 2 ഞാനാണോ? ഓക്കെ. നിങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, വേണമെങ്കിൽ ഞാനും കൂടെ. അതാ മോഹൻലാലിന്റെ പഴയ പടമാണോ? അല്ല, പശുവിനെ കൊണ്ട് വരുന്ന 4 പേര് 5 ആളാവാന്ന് പറഞ്ഞേ. അല്ല. നിങ്ങൾ 4 പേരേ ഉള്ളൂ, ഞാനിവിടെ. അപരിചിതനാണോ? അല്ല, ഒറ്റ ഓപ്ഷൻ കൂടെ. നിങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, വേണമെങ്കിൽ ഞാനും കൂടെ. ഇനി ഒരു ക്ലൂ കൂടെ വേണമെങ്കിൽ തരാം. സലീം കുമാർ എന്ന ഡയലോഗ് പറയണം. ചാൻസ് ഇല്ല കിട്ടാൻ. ഇല്ല, അറിയില്ല. ഒന്നുകൂടെ ആലോചിച്ച്. ഇല്ല, രക്ഷയില്ല. എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ കിട്ടണോ? ഇല്ല, കിട്ടില്ല. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. കിട്ടൂല. കേരള ഹൗസ് ഉടനിപ്പനിക്ക്. എനിക്കറിയില്ല. ഇല്ല, അത് കിട്ടൂലായിരുന്നു. പടം ഞാൻ കണ്ടതാ, പക്ഷെ എനിക്ക് ഡയലോഗ് ഓർമ്മയില്ല. നെക്സ്റ്റ് എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാ. പക്ഷേ വളരെ ഫേമസ് ഡയലോഗാ. സാധനം കയ്യിലുണ്ടോ? അതറിയാം. അക്കരക്കരക്കരല്ലേ? അതിന്റെ സീരീസ് ആണെന്ന് അറിയാതെ ഏത് പടാണെന്ന് ചോദിച്ചറിയില്ല. ശരിയാ. അമേരിക്ക പോണതല്ല. ശരിയാ,
അക്കരെ അക്കരെ അക്കരെ. ഞാൻ നാടോടിക്കാറ്റാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, അതാണ് അതൊരു കൺഫ്യൂഷൻ ആവും. അവരുടെ എല്ലാ സീരീസിലും എപ്പോഴും കൺഫ്യൂഷനാവും. ഇതങ്ങനെ മറക്കണ പനിയല്ലല്ലോ, പ്രേമപ്പനിയല്ലേ? ചോക്ലേറ്റ്. നോ. ഓ, ട്യൂൺ അതായതുകൊണ്ടായിരിക്കും. അല്ലല്ല, ഇതങ്ങനെ മറക്കണ പനിയല്ല, ഇതങ്ങനെ മാറണ പനിയല്ലല്ലോ, പ്രേമപ്പനിയല്ലേ? ഇതൊക്കെ എങ്ങനത്തെ പടമായിരിക്കും? ആ, എനിക്ക് ഞാൻ ന്യൂജൻ അല്ലാഞ്ഞിട്ടല്ല. സൂപ്പർ ശരണ്യ. സൂപ്പർ ശരണ്യ ഞാൻ കണ്ടാണല്ലോ. ഒന്നൊരു പറ ഡയലോഗ്. ഇതങ്ങനെ മാറണ പനിയല്ലല്ലോ, പ്രേമപ്പനിയല്ലേ? ആർക്കാ പനി പിടിച്ചേ? എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഫേമസ് ഡയലോഗാണ്. ചിലപ്പോൾ പെട്ടെന്ന് ഞാനാണോ പറയണ്ടേ? ഞാനാ പറയണ്ടേ? ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. അയ്യോ ദൈവം, ഇത് പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലും. കുളക്കടവിലുള്ള സീനാണ്. അയ്യോ, മറ്റേ മേലെപ്പറമ്പിലാണ്. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ഇത് ഏറ്റവും സിമ്പിൾ ഡയലോഗാണ്. പാമ്പിനെ കുളിപ്പിക്കട്ടെ, പാമ്പിനെ കുളിപ്പിക്കട്ടെ. ചോട്ടാ മുംബൈ. അതൊക്കെ വളരെ സിമ്പിളാ. ഏതാ പറയണ്ട പോട്ടെ. ഇനിയുള്ളതെല്ലാം വളരെ സിമ്പിളാ. അതുകൊണ്ടാണ് പറയാൻ മടി, നിർത്താത്രേ. ഐ ആം ദ സോറി അളിയ. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. അയ്യോ സലിംകുമാർ. വളരെ സിമ്പിളാ. ഇതിനെന്ത് ക്ലൂവാ? സലിംകുമാർ. അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ സലിംകുമാർ. അയ്യോ പടം ഞാൻ പറയാം, നിൽക്കട്ടെ. തിളക്കം. തിളക്കം. അരമാർക്കിന് കിട്ടാൻ പാടില്ല, പക്ഷെ ഞാനൊരു മാർക്ക് എടുത്തു. ഇനി ഞാൻ പറയട്ടെ. ഇതിനങ്ങനെ പേരൊന്നുമില്ല, തൽക്കാലം മോൻ ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞതാ. അണ്ണൻ തമ്പി. പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോഴേ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ തളിയാനെ പണിനീര്, തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, 500 പടത്തിന്റെ പേര് ഗോഡ് ഫാദർ, ഗ്രേറ്റ് ഫാദർ, ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറയും. ഇനിയല്ല പറയണ്ടേ? അയ്യോ കല്യാണം കഴിഞ്ഞൊരു എന്തൊരു സൗന്ദര്യമായിരുന്നു, എല്ലാം കുഴപ്പമില്ല പറയുന്നത് അല്ലേ? അല്ല, ക്ലൂ ആണെങ്കിൽ തരാം. പറയണ ആൾ അത് പറഞ്ഞ പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. മനസ്സിലായി. രാവിലെ ആവുമ്പോ കന്ന സുന്ദരി, യവന സുന്ദരി. എനിക്കറിയാം, അല്ല ചീത്ത സിനിമകളുടെ പേര്. അത് ബിന്ദു പണിക്കരും ജഗതിയാണ്. അല്ല, ബിന്ദു പണിക്കരാണോ ഒന്ന്? അല്ല. പക്ഷെ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. വിട്ട് വേണമെങ്കിൽ ഒരു ക്ലൂ കൂടെ തരാം. സോന നായര പറഞ്ഞ പട്ടണ സുന്ദരൻ തന്നെയാ. പക്ഷെ അത് ഞാൻ ഗസ് ചെയ്താ. ഇനിയൊക്കെ വളരെ സിമ്പിളാ. മൈ ഫോൺ നമ്പർ ഈസ് 2255. അയ്യോ അറിയില്ല. അമ്മേ ദുരന്തം. മൈ ഫോൺ നമ്പർ ഈസ് 2255. അത് കേട്ടിട്ടുണ്ടോ? അതറിയാം. പടം ജാക്കി നടിയില്ലേ, അവളാണ് നടി. സാക്കർ ഏലിയാസ് ജാക്കി. അയ്യോ അതേതാ പടം എനിക്കറിയില്ലല്ലോ. ഇത് തന്നെയാണോ? ഇവരുടെ സീരീസ് തന്നെയാണോ? അല്ല, അറിയില്ല, പടത്തിന്റെ പേര് ഓർമ്മയില്ല. രാജാവിന്റെ മകൻ. ഡയലോഗ് സിമ്പിൾ ആയിരുന്നു കേട്ടോ. അതറിയാം, അത് കോമൺ ഡയലോഗ് ആണല്ലോ. ഇനി വേറെ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. അയ്യോ ഓക്കെ, അടുത്ത് ഞാൻ പറയട്ടെ. ഇവന് കൊഞ്ചിക്കാൻ അറിയില്ല, വഞ്ചിക്കാനേ അറിയില്ല. അയ്യോ, ഇവന് കൊഞ്ചിക്കാൻ അറിയില്ല. അയ്യോ എനിക്കത് അറിയാട്ടോ, കൊഞ്ചിക്കാനറിയില്ല. പ്രശ്നം പെട്ടെന്ന് പറയുമ്പോൾ കൺഫ്യൂഷനും. അത് സലിംകുമാറായിട്ടാണല്ലോ പറയുന്നത്. സലിംകുമാർ കൊച്ചിനെ ഫേരം കണ്ട പറയുന്നത്. അല്ല, അരിശേഷകൻ. അയ്യോ വേറൊരു കിടല ഡയലോഗ് ഉണ്ട്. ഇവന് കൊഞ്ചിക്കാനറിയില്ല, വഞ്ചിക്കാനേ അറിയുള്ളൂ. എടാ എനിക്ക് അറിയാട്ടോ ശരിക്കും. ഇനി ഞാൻ ഒരു ക്ലൂ തരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള ഫിലിമിലുള്ള ഒരെണ്ണം. കല്യാണം. പോയി പറയട്ടെ. പറഞ്ഞോ. എനിക്കത് അറിയുന്നതാണ്, പക്ഷെ കിട്ടുന്നില്ല. അണ്ണൻ തമ്പിയല്ല അല്ലേ? കൊഞ്ചിക്കാനറിയില്ല, വഞ്ചിക്കാനേ അറിയുള്ളൂ. ഓക്കെ. മറ്റേ ആ കുട്ടീനെ ഷാജോൺ, കലാഭവൻ ഷാജോൺ. ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്തുള്ളൂ. പിന്നെ ഏതാ? പോളണ്ടിനെ പറ്റി അക്ഷരം പറയരുത്. എന്താ കേട്ടില്ല? പോളണ്ടിനെ പറ്റി അക്ഷരം പറയരുത് പറയുന്നത്. കിട്ടാൻ ചാൻസ് ഉണ്ടോ? സന്ദേശം.
അങ്ങനത്തെ പഴയ റേഞ്ചിലുള്ള പടങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എഴുതിയ ഒന്നും പുതിയതില്ല. ആ അതാ പ്രശ്നം. പുതിയതൊന്നും നിന്റെ പുതിയൊന്നുമില്ല. പുതിയതൊന്നുമില്ല, പക്ഷെ അത്രയും പഴയതല്ല. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 1 2 3 കൺക്ലൂഡ് ചെയ്യൂ. സോ അപ്പോൾ നമ്മുടെ അതിശക്തമായ ഫിലിം മത്സരം ഇത് ജസ്റ്റ് അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ഒന്നല്ല, രാവിലെ ഇരുന്ന് എഴുതി ആരംഭിക്കാൻ പോകണ്ട. അപ്പോൾ പടങ്ങളല്ല, അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ജയിച്ചത് ആരാ? ഒരു പോയിന്റിന് ജയിച്ചു. നിങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ട് ആരാണ് ഇതിൽ ജയിച്ചെന്നുള്ളത് കമൻറ്റ് ബിലോ, പേളിമണ്ട ഡയലോഗാ, കമൻറ്റ് ബിലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഫോണിൽ ഫോട്ടോയും കൂടെ കമ്പനിയിൽ എടുക്കാം.